ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബർ ആവും മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന കല്യാണി. വേറെ എന്തോ പേരാണ്, തേജാലക്ഷ്മി എന്തോ ആണ് പേര്. എന്തായാലും കല്യാണി എന്നാണ് അവർ ചാനലിലൂടെ അറിയപ്പെടുന്നത്. എല്ലാവർക്കും ഒരു വിധം ഫാമിലി വ്ളോഗ് കാണുന്ന എല്ലാവർക്കും അറിയുന്ന യൂട്യൂബർ തന്നെയാണ് ഈ കല്യാണി എന്ന് പറയുന്നത്. കല്യാണി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് മോശം ഒരു അവസ്ഥയിൽ എന്ന് വെച്ചാൽ അവര് ചാനലിൽ ഒരു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ അവര് ഇപ്പൊ ഈടെ ആയിട്ട് ചാനലിൽ വളരെ മോശമായിട്ട്, വളരെ ഡള്ളായിട്ട്, എപ്പോഴും തലവേദന അല്ലെങ്കിൽ എപ്പോഴും ഉറക്കം ശരിയാവുന്നില്ല എന്ന് പറയുന്നു, എപ്പോഴും കരഞ്ഞ മുഖം, ആ രീതിയിലൊക്കെയാണ് വരാറുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും അവരെ കമന്റ് ബോക്സിൽ ചോദിക്കായിരുന്നു, ചേച്ചിക്ക് വയ്യേ, ചേച്ചി പ്രഗ്നന്റ് ആണോ, എന്താ ഇത്ര ക്ഷീണം, നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്തോണ്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെ ഒരുപാട് കമന്റുകൾ അവർക്ക് വരാറുണ്ട്. അപ്പൊ അവർ ഇതുവരെ അതിനൊന്നും മറുപടി പറഞ്ഞിരുന്നില്ല. ഇപ്പൊ അവരൊരു വീഡിയോയിലൂടെ അവർക്ക് എന്താണ് സംഭവിച്ചത്, അവരെന്തുകൊണ്ടാണ് വളരെ ഒരു വിഷമത്തിലൂടെ കടന്നു പോയിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരതിന്റെ ലോങ് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർ ഷോർട്ട് വീഡിയോ ചെയ്തു. അപ്പൊ അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ മുഖത്തോ കഴുത്തിലോ എവിടെയോ ഒരു ചെറിയ പാട് വന്നു, സ്കിന്നിൽ വന്നൊരു പാട്. അപ്പൊ അവരത് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വയം ട്രീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ തിരുവനന്തപുരത്ത് കുറവൻകോണത്തുള്ള ഒരു ഹോസ്പിറ്റലിന്റെ പേര് അവർ പറഞ്ഞിട്ടില്ലെങ്കിലും കമന്റ് ബോക്സിൽ ആ പേര് പലരും പറഞ്ഞിട്ടുണ്ട്. അത് അവർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെയായിരിക്കണം ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ അവര് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയി. അപ്പൊ അവരവിടെ പോകുന്നു. അവിടെ ഒരു ലേഡി ഡോക്ടറാണുള്ളത്. അവര് 3-4 മാസം കൂടുമ്പോൾ മാത്രം ഒരു തവണ സിറ്റിംഗ് ഒക്കെ അനുവദിക്കുന്ന വളരെ ബിസി ആയിട്ടുള്ള ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു. അവരുടെ കീഴിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇതിന് മാറ്റമില്ലാത്ത സമയത്തായിരിക്കണം അവര് കല്യാണി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്നു. അപ്പോൾ ഇവര് കൃത്യമായിട്ടുള്ള കോഴ്സ് കഴിഞ്ഞ ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ല എന്നും, BDSഉം MBBSഉം കഴിഞ്ഞ ശേഷം 3-6 മാസം എന്തോ ഉള്ള ഒരു കോഴ്സ്, ഡെർമറ്റോളജിയോ കോസ്മെറ്റോളജി പോലെയുള്ള എന്തോ ഒരു ഉടായ്പ കോഴ്സ് കഴിഞ്ഞ വ്യക്തിയാണ് ഇവരെന്നും കല്യാണി മനസ്സിലാക്കുന്നു. അപ്പോൾ അവർക്ക് വളരെ വിഷമാവുന്നു. കാരണം പറ്റിക്കപ്പെടുകയാണല്ലോ. അപ്പൊ നിയമപരമായിട്ട് നീങ്ങാം എന്നുള്ള രീതിയിലാവണം. കല്യാണി ഇതിന്റെ ബില്ലൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുവരെ ട്രീറ്റ് ചെയ്തതിന്റെ ഹിസ്റ്ററി ഒരു ഫയലായിട്ട് തരാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരതൊന്നും കൃത്യമായിട്ട് തരുന്നില്ല. ഈ അവിടെ പേ ചെയ്ത പണത്തിന്റെ വളരെ പകുതി മാത്രം വരുന്നൊരു ബില്ലാണ് ആ സ്ഥാപനത്തിൽ നിന്ന് കല്യാണിക്ക് കിട്ടുന്നത്. അപ്പോൾ കല്യാണി നിയമപരമായി നീങ്ങുന്നു, പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, പരാതി കൊടുക്കുന്നു. അവിടെ വന്നിട്ട് അവിടെ സ്ഥാപനത്തിൽ നിന്ന് വന്നിട്ട് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അവർക്ക് അതിന്റെ ബില്ല്, കൃത്യമായിട്ടുള്ള ബില്ലോ അതിന്റെ ട്രീറ്റ് ചെയ്ത ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു കേസ് ഹിസ്റ്ററി ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അവർക്ക് ഈ കല്യാണിക്ക് വളരെ വിഷമായി. കാരണം നമ്മൾ പറ്റിക്കപ്പെടുകയാണല്ലോ, ഒരു വ്യക്തി നമ്മളെ പറ്റിക്കുകയാണ്. ഈ പറ്റിക്കുക എന്ന് പറയുന്നത് ചിലർക്ക് തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, വളരെ വിഷമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴാണ് ഈ കല്യാണി വളരെ വിഷമത്തിക്ക് മാറുന്നത്. അങ്ങനെ അവരതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹീലിംഗ് എന്തൊക്കെയോ കൗൺസിലിംഗ് പോലെ എന്തൊക്കെയോ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഡോക്ടർ അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ വിശ്വസിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു എന്നൊക്കെ അവർ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും അഡ്രസ് ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ഉടായ്പ് സ്ഥാപനങ്ങളെ കുറിച്ചാണ്. ഈ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മളൊരു സ്ഥാപനത്തിനെ സമീപിക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ളതാണോ, അവർ നല്ല ട്രീറ്റ്മെന്റ് ആണോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഈ കോസ്മെറ്റോളജി അല്ലെങ്കിൽ ഡെർമറ്റോളജി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സാധാരണ ബ്യൂട്ടി പാർലറിൽ അല്ലെങ്കിൽ സാധാരണ സ്ഥാപനങ്ങളിൽ വരെ ഇപ്പൊ ലേസർ ട്രീറ്റ്മെന്റും അങ്ങനത്തെ ഭയങ്കര വൈറ്റനിങ് ട്രീറ്റ്മെന്റും ഈ ഒരു ഭയങ്കര നമ്മൾ ഡോക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ച പോലെയുള്ള സർജറി പോലെയുള്ള പല ട്രീറ്റ്മെന്റുകൾ വരെ ഈ സാധാരണ ബ്യൂട്ടി പാർലറിൽ വരെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ചാനലുകളിലൊക്കെ ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ക്വാളിഫൈഡ് ആണോ എന്ന് പോലും നമുക്കറിയാത്ത ആളുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊരു സ്ഥാപനം നടത്തുന്നതിന് അവർ MBBS ഉള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്നു. അപ്പൊ അവർക്ക് എന്തായാലും തടസ്സമൊന്നും ഉണ്ടാവില്ല. ഇത് ചെയ്യുന്നവര്, ലൈസൻസ് കൊടുക്കുന്നവരൊന്നും ഇത് കൃത്യമായിട്ട് എന്താണെന്ന് അന്വേഷിക്കാതെ ആയിരിക്കാം ഇത് കൊടുക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇതിൽ നമുക്ക് ഒരു അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ ഒരുപാട് ഉടായ്പ സ്ഥാപനങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. പിന്നെ അവരുടെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റിൽ പ്രശ്നം സംഭവിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഹെയർ ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഒരുപാട് ഇൻഫെക്ഷൻ അതിനെ കുറിച്ചൊക്കെ ഈടെ വളരെ വിവാദങ്ങൾ വന്ന സമയത്താണ് ഇതൊക്കെ അംഗീകാരമുള്ളതാണോ അല്ലേ എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഉടായ്പ സ്ഥാപനങ്ങളുണ്ട്. ഇവരെ കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ടതും ഇവർ കൃത്യമായിട്ട് ക്വാളിഫൈഡ് ആണോ, ഇത് ആളുകൾക്ക് ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന ട്രീറ്റ്മെന്റുകളാണോ, ഇവർ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ഇവിടുത്തെ അധികാരികളാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിലും ഇത്രയും ഒരു ജനങ്ങൾ അറിയുന്ന ഒരു യൂട്യൂബർ പോയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലും ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ബില്ല് കൊടുക്കാൻ പോലും ഈ സ്ഥാപനം തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ
അവരെ എത്രമാത്രം അവർക്ക് ഒരു വഴി വിട്ടിട്ടുള്ള സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കണം. അത്രയും അവർ ധൈര്യപ്പെടുകയാണ്. ഇങ്ങനെ ഒരു പോലീസിൽ പരാതി പോയിട്ട് പോലും അതിൻ്റെ ഒരു ബില്ല് കൊടുക്കാൻ പോലും, കൃത്യമായ ബില്ല് കൊടുക്കാൻ പോലും തയ്യാറാവാതെ എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് തന്നെയാണ് ഇതിൽ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം. ഉഡായിപ്പ് സ്ഥാപനങ്ങൾ, ഇങ്ങനെ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഉഡായിപ്പ് സ്ഥാപനങ്ങളെ കുറിച്ച് തന്നെയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇനി കല്യാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കല്യാണിയാണ് എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള സംഭവമായിരിക്കും. എനിക്ക് എന്നുള്ളതല്ല, ഇവിടുത്തെ എല്ലാ യൂട്യൂബേഴ്സിനും ഓർമ്മയുള്ള സംഭവമായിരിക്കും. നമ്മൾ എല്ലാ യൂട്യൂബേഴ്സും ഈ വൈറ്റനിങ് ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച്, സൺസ്ക്രീനുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെ കുറേ ഒരു എപ്പിസോഡ് പോലെ ഈ യൂട്യൂബേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മൾ ആദ്യം ചെയ്തത് ഈ കല്യാണിനെ കുറിച്ചാണ്. കല്യാണി ഒരിക്കൽ ഒരു ക്രീം തേച്ചിട്ട് ഇതിന് എന്തൊക്കെയോ ഗുണങ്ങളുണ്ട്, ഇതിന് വൈറ്റനിങ് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മളന്നത് വിശദമായി ചെയ്തിരുന്നു ആ വീഡിയോ. അപ്പോൾ അതൊരു തരം തട്ടിപ്പാണ് എന്നുള്ള പോലെ ആളുകൾ ഇത് കണ്ടിട്ട് മാനിപ്പുലേറ്റ് ആയിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ക്രീമുകളൊക്കെ കുട്ടികൾ വാങ്ങി ഉപയോഗിക്കും, ഇതിനൊന്നും ഫലമില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് എല്ലാ യൂട്യൂബേഴ്സും ഇവിടെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അന്ന് ഈ കല്യാണി എന്ന് പറയുന്ന വ്യക്തി എല്ലാ ആളുകൾക്കും, കുറേ ആളുകൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്നു. എൻ്റെ ചാനലൊക്കെ അന്ന് തുടങ്ങിയ സമയമാണ്. തീരെ ഒരു 10-15 വീഡിയോ മാത്രം ഇട്ടിട്ടുള്ള ഒരു ചെറിയ ചാനലാണ്. എന്നിട്ട് എനിക്ക് പോലും അന്ന് കല്യാണി കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നു. അത് വിവാദവും വിഷയങ്ങളും ഒക്കെ ഞാൻ പിന്നെ സ്ട്രൈക്ക് തന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടും അത് പിൻവലിക്കാൻ പോലും ഈ പറയുന്ന കല്യാണി എന്ന് പറയുന്ന വ്യക്തി തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ പരാതി പറയുക അല്ലെങ്കിൽ അതിലങ്ങ് നമ്മൾ തകർന്നു പോയി ആ വിഷമം ഇപ്പൊ തീർക്കുക ഒന്നുമല്ല. ഇത് പറയുന്നു എന്നേ ഉള്ളൂ. കാരണം ഈ ഒരു പറയുന്ന സ്ഥാപനവും ഈ പറയുന്ന യൂട്യൂബേഴ്സ്, ഈ വൈറ്റനിങ് ക്രീം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സും ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്, ആളുകളെ പറ്റിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നു, എന്നിട്ട് ഞാൻ അതിനുശേഷം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നു. എൻ്റെ ആ ചെയ്ത വീഡിയോ പോയി, സ്ട്രൈക്ക് കിട്ടിയപ്പോൾ പോയി. അതിനുശേഷം ഞാൻ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാ യൂട്യൂബേഴ്സും കല്യാണിയെ കുറിച്ച് ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കല്യാണി വളരെ കോപിഷ്ഠയായി, ഒരു സൈക്കോയെ പോലെ കുറേ തരം ക്രീമുകളൊക്കെ എടുത്തിട്ട് അതൊക്കെ മുഖത്ത് വാരി തേച്ച് നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന പോലെ, നോക്ക് നോക്ക് എൻ്റെ മുഖത്ത് വെള്ളമുണ്ടോ, എൻ്റെ മുഖത്ത് പച്ച ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര മോശമായിട്ടുള്ള ഒരു വീഡിയോ അന്ന് ചെയ്തിരുന്നു. അന്ന് എല്ലാവരും അതിനെക്കുറിച്ച് നെഗറ്റീവ് വീഡിയോയും ഇവിടെ ചെയ്തിരുന്നു. അതിനുശേഷം കല്യാണി ആ വീഡിയോ റിമൂവ് ചെയ്യുന്നു. പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കല്യാണി ഒരു നോർമലായിട്ട് വരുന്നു. പിന്നെ സാധാരണ പോലെ വീഡിയോ ചെയ്യുന്നു. പിന്നെ പഴയ പോലെ വീണ്ടും ഈ ക്രീമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. കുറേ ക്രീം അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. വെയിലത്ത് പോകുമ്പോൾ തേക്കുന്ന ക്രീം, വെളുക്കാൻ തേക്കുന്ന ക്രീം, അൺട്രാംസ് വെളുപ്പിക്കാൻ തേക്കുന്ന ക്രീം, കഴുത്തിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് കളയാൻ തേക്കുന്ന ക്രീം. എന്നിട്ട് ഇതൊക്കെ ഇവരെ മേത്ത് തേച്ച് കാണിക്കുന്നു. കുറേ ഇവരുടെ ഹസ്ബൻഡിന്റെ പെങ്ങളെ മേത്ത് തേച്ച് കാണിക്കുന്നു, കുറേ അമ്മായിമ്മയുടെ മേത്ത് തേച്ച് കാണിക്കുന്നു. ഇങ്ങനെ ഈ വൈറ്റനിങ് ക്രീം പ്രൊമോട്ട് ചെയ്ത് പോകുന്ന ഒരാളാണ് ഈ കല്യാണി എന്ന് പറയുന്നത്. അപ്പൊ ഈ കല്യാണി ഇതേപോലെ ഇങ്ങനെ ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എത്രയോ കുട്ടികൾ ഇത് വിശ്വസിക്കുന്ന, നമ്മളിപ്പോ കുറച്ച് ഏജ് ആയി കഴിയുമ്പോൾ ആളുകൾ കുറേ തവണ ഈ ക്രീമൊക്കെ വാരി തേച്ച് ഇതൊന്നും തേച്ചാൽ ഇനി വെളുക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയ ആളുകളെ കുറിച്ചല്ല പറയുന്നത്. ഈ ചെറിയ കുട്ടികളുണ്ട്, ഒരു 14-15 ഈ ടീനേജ് പ്രായത്തേക്ക് കിടക്കുന്ന കുട്ടികൾ, അവരുടെ കുറഞ്ഞ കളറിലൊക്കെ വിഷമിക്കുന്ന കുട്ടികൾ, അവരൊക്കെ ഈ ക്രീം കാണുമ്പോൾ വിചാരിക്കും ഇത് തേച്ചാൽ എന്തായാലും വെളുക്കുന്നതായിരിക്കും. ഇപ്പൊ ഇത്രയും സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഉള്ള കല്യാണി ചേച്ചി പറഞ്ഞ കാര്യമല്ലേ, ഇതെന്തായാലും വെളുക്കായിരിക്കും വിചാരിച്ചിട്ട് ആ ക്രീം അവർ വാങ്ങും. എന്ന് വെച്ചാൽ അവർ കൂട്ടി വെച്ച കുഞ്ഞു കാശ് കൂട്ടി വെച്ച്, ഈ പറയുന്ന ക്രീമുകൾക്കൊന്നും കുഞ്ഞു വിലയൊന്നും അല്ല, വലിയ വിലയായിരിക്കും. 500, 600, 700, 1000 ഒക്കെ ഉള്ള വിലയുള്ള ക്രീമുകളാണിത്. ഇതൊക്കെ കൂട്ടി വെച്ച് ഈ കുട്ടികൾ ഈ ക്രീം വാങ്ങും, തേക്കും, വെളുക്കില്ല. അവർക്ക് വളരെ വിഷമാവും, അവർ പറ്റിക്കപ്പെടും. ഇതേപോലെ ഈ കല്യാണി ഇപ്പം അനുഭവിച്ച അതേ ട്രോമയിൽ ഈ കുട്ടികളും എത്തിപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെയും ഇവർ വേറൊരു യൂട്യൂബർ പറയുന്ന ക്രീം കാണും. അപ്പോൾ അവർ വിചാരിക്കും ആ ക്രീം വിജയിച്ചില്ല, ഈ ക്രീം വിജയിക്കുകയായിരിക്കും എന്ന് കരുതിയിട്ട് ഇവർ വീണ്ടും ക്രീം വാങ്ങും, തേക്കും, വെളുക്കില്ല. ഇതൊരു സ്ഥിരം സംഭവമായിരിക്കും. ഇങ്ങനെ പറ്റിക്കപ്പെട്ട, ഇങ്ങനെ കയ്യിൽ നിന്ന് കാശ് പോയി വിഷമിച്ച എത്രയോ മനുഷ്യന്മാർ ഇവിടെ ഉണ്ടായിരിക്കും. അവരൊക്കെ പറ്റിക്കപ്പെടുകയാണ് ചെയ്ത്, അവരൊക്കെ വിഷമിച്ചിട്ടും ഉണ്ടായിരിക്കും. അവരൊക്കെ ഇതേപോലെ ഒരു ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഞാൻ അവര് പറഞ്ഞു കേട്ടിട്ട് ഈ ക്രീം വാരി തേച്ചിട്ട് ഞാൻ വെളുത്തില്ലല്ലോ, എൻ്റെ കാശ് പോയില്ലേന്നൊക്കെ വിഷമിക്കുന്ന എത്രയോ ആളുകൾ ഇതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ വീണ് കിടക്കുമ്പോഴല്ല ചവിട്ടേണ്ടത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇത് വളരെ വിഷമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊന്നും ആരും പറ്റിക്കപ്പെടരുത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇല്ലീഗലായിട്ടുള്ള ഒരു സ്ഥാപനം ഇവിടെ നടക്കാൻ പാടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് പറയേണ്ടത്. എന്നാലും ഇതും സൈഡിലൂടെ പറഞ്ഞു പോകേണ്ടത് തന്നെയാണ്. കാരണം ഇതേ രീതിയിൽ ഇതേപോലെ കഴുത്തിൽ പാട് വരുന്നു, അത് മാറാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോകുന്നു, അവിടെ ചെന്ന് കുറെ കാലം ട്രീറ്റ്മെന്റ് എടുക്കുന്നു,
പണിയെടുക്കുന്നു, അസുഖം മാറുന്നില്ല, ഒരുപാട് കാശ് പോകുന്നു. അപ്പോഴാണ് അറിയുന്നത് പറ്റിപ്പ് സ്ഥാപനമായിരുന്നു എന്നുള്ള കാര്യം അറിയുന്നത്. ഇതേപോലെ തന്നെയാണ് ഈ യൂട്യൂബേഴ്സ് എൻ്റെ ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നു. രാവിലെ തന്നെ എണീക്കുന്നു, നീച്ചുടനെ തന്നെ മുഖം വാഷ് ചെയ്യുന്നു, എന്നിട്ട് കുറേ ക്രീം വാരി തേക്കുന്നു, ഞാൻ രാവിലെ തന്നെ ഈ ക്രീം തേക്കുന്നു പറയുന്നു. പിന്നെ അവർ പോകുന്നു, കിച്ചണിൽ പണിയെടുക്കുന്നു, വേർക്കുന്നു, അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു, വീണ്ടും മുഖം തുടയ്ക്കുന്നു, വേറെ ക്രീം ഇട്ട് നമ്മളെ കാണിച്ചു തരുന്നു. പിന്നെ അവർ ഷോപ്പിങ്ങിന് പോകുന്നു, പോവാൻ വേണ്ടി ഒരുങ്ങുന്നു. അപ്പോൾ ആദ്യം ഒരു ക്രീം ഇടുന്നു, പിന്നെ ഒരു ക്രീം ഇടുന്നു, പിന്നെ മേക്കപ്പിന് വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തിടുന്നു. ഇതൊക്കെ ഇട്ട് ഇവർ പുറത്തു പോകുന്നു. ഇങ്ങനെയുള്ള പിന്നെ രാത്രി കിടക്കുന്നവരെ ഇവർ ക്രീമിലാണ്. രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് കയ്യിൽ ക്രീം വാരി തേക്കുന്നു, മുഖത്ത് ക്രീം വാരി തേക്കുന്നു. ഇങ്ങനെ പലതരം ക്രീമുകളുടെ പ്രൊമോഷൻ. ആ സമയത്ത് ഈ കല്യാണി ഈ വിവാദമായ സമയത്ത് ഈ പുറത്തു പോകുമ്പോൾ വെയിലടിക്കാതിരിക്കാൻ തേക്കുന്ന ഒരു ക്രീം എന്ന് പറഞ്ഞിട്ട് അവർ പലതരം ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പല ബ്രാൻഡുകളുടെ ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അന്ന് പലരും ഈ പല ബ്രാൻഡിന്റെ ക്രീം തേച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ ചോദിക്കുമ്പോൾ ഇവർ ദേഷ്യപ്പെട്ട് ചെയ്ത ആ വീഡിയോയിൽ അവർ പറയുന്നത് ഞാൻ ഇന്ന് ഈ ക്രീം തേക്കും, നാളെ ഞാൻ മറ്റേ ക്രീം തേക്കും, എന്റെ കയ്യിൽ ഏതാ കിട്ടുന്ന വെച്ചാൽ അത് തേക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടാണ് അന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതേ അവസ്ഥയിൽ അവരും പറ്റിക്കപ്പെടുകയാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഈ കർമ്മ എന്ന് പറയുന്നത്, അതും കൂടിയാണ് ഇതിൽ പ്രവർത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നമ്മളങ്ങനെ ഒരു മോശമാക്കിയിട്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നറിയാം. നമ്മളതിൽ സന്തോഷിക്കുകയോ അവർക്ക് പറ്റിയ അബദ്ധത്തിൽ സന്തോഷിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ഒരു കാലത്ത് തിരിച്ചടിക്കുമോ എന്ന് ചിന്തിക്കേണ്ടത് എപ്പോഴും ഒരു ആവശ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, അവർ ചെയ്ത അതേ ഒരു കാര്യം, അവരൊരു ക്രീം അവർ എത്രയോ ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. എന്തായാലും ആ ക്രീമുകൾ തേച്ചിട്ട് ഇവിടെ ആരും അങ്ങനെ ഒരു പെർമനന്റ് ആയിട്ട് വെളുത്തിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അത് ഈ ക്രീമുകൾ തേക്കുമ്പോൾ നമുക്കറിയാം, നമ്മളെ മുഖത്ത് പലതരം ക്രീമുകൾ പരീക്ഷിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മളെ സ്കിന്ന് മോശമാവുകയാണ് ചെയ്യുന്നത്. ഇത് കെമിക്കലാണ് ഈ ക്രീമുകളിൽ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. കുറെ കഴിയുമ്പോൾ നമ്മളെ മുഖത്ത് നിറച്ച് കുത്തുകൾ, കറുപ്പ് കുത്തുകൾ വരിക, സ്കിന്ന് വളരെ മോശമാവുക, ഡാമേജ് ആവുക, ഇതൊക്കെയായിരിക്കും കൂടുതലായിട്ട് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര ആളുകൾ ഇവർ ഈ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ക്രീം വാങ്ങി തേച്ചിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്കും അതേ ഒരു അവസ്ഥ, ചെറിയൊരു പാട് വന്നു എന്ന് അവർ പറയുന്നു. അപ്പോൾ അവർ ഈ പ്രൊമോട്ട് ചെയ്ത ഒരു ക്രീമും തേച്ചിട്ട് അവർക്ക് ഈ പാടൊന്നും മാറ്റാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവരൊരു ഡോക്ടറെ കണ്ടിട്ട് ചികിത്സിക്കാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവർ ഡോക്ടറെ കാണാൻ പോയി, പക്ഷേ എന്തോ അവരുടെ ഒരു മോശം സമയമായിരിക്കണം, അതുകൊണ്ട് ആ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ആ ഡോക്ടർ ഉടായിപ്പ് ഡോക്ടറായി പോയി, അല്ലെങ്കിൽ ആ സ്ഥാപനം ഒരു ഉടായിപ്പ് സ്ഥാപനമായി പോയി, അവർ പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും ഇത് നന്നായിട്ട് അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം ആ സ്ഥാപനത്തിനെ കുറിച്ച്, ആ സ്ഥാപനത്തിന്റെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ കമന്റ് ഉണ്ട്, എനിക്കും ഇതേപോലത്തെ അനുഭവം ഉണ്ടായി, ഈ സ്ഥാപനത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കമന്റുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ഇരകൾ ഉണ്ടായിരിക്കാം, ഒരുപാട് പേർക്ക് ഇതുപോലത്തെ അബദ്ധം പറ്റിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇത് അധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അവർ കേസായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. അവർ ഹസ്ബൻഡ് ഇതേപോലെ എന്തോ MVD അങ്ങനെ എന്തോ ഒരു ഗവൺമെന്റ് ജോലിയിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനും അതിന്റെ നിയമവശങ്ങളൊക്കെ അറിയാനും കോണ്ടാക്റ്റും ഉള്ളതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. കാരണം ഇങ്ങനെയൊരു തെറ്റായ സ്ഥാപനമാണെങ്കിൽ അത് എന്തായാലും എല്ലാവരും അറിയേണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവേണ്ടത് തന്നെയാണ്. അവർ കല്യാണി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കും. ഇപ്പൊ ഈ കല്യാണി ചെയ്ത ഷോർട്സ് ഇവിടെ ഇടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും കല്യാണി തീർച്ചയായിട്ടും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും എന്നറിയാം. കാരണം എന്റെ അനുഭവം അങ്ങനെയാണ്. കല്യാണിന്റെ അടുത്ത് നിന്നാണ് എനിക്ക് ആദ്യത്തെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും രണ്ടാമതൊന്നും കൂടെ നേടാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അവരുടെ ചാനലിൽ പോയാൽ ഈ വീഡിയോ കാണാവുന്നതേ ഉള്ളൂ. എന്തായാലും വളരെ കഷ്ടമുള്ള കാര്യമാണ്. നമ്മളൊരു ആളെ വിശ്വസിച്ച് ഒരു സ്ഥാപനത്തിൽ പോയി, നമുക്ക് ഒരു നല്ല സ്ഥാപനം, നല്ലൊരു ഹോസ്പിറ്റൽ കാണുന്നു, അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. ആ ഹോസ്പിറ്റലിൽ പോയാൽ അസുഖം മാറും, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറും എന്നുള്ളൊരു വിശ്വാസമാണ്. അവിടെ ചെന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു കഴിയുമ്പോൾ അതൊരു ഉടായിപ്പാണെന്ന് അറിയുമ്പോൾ നമ്മളെ അത് വളരെയധികം വിഷമിപ്പിക്കും. നമ്മൾ പറ്റിക്കപ്പെടുകയാണെന്നുള്ള ചിന്ത നമ്മളെ വളരെയധികം വിഷമിക്കും. അത് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് കല്യാണി എന്ന് പറയുന്നത്. പറ്റിക്കപ്പെട്ടു, അത് അനുഭവിച്ചു, അതിന്റെ വിഷമം എത്രയാണെന്ന് അനുഭവിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും ആരെങ്കിലും ഇതേപോലെ പറ്റിക്കപ്പെടുകയോ വിഷമിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ ചിന്തിക്കാൻ ഇതൊരു അവസരമാണെന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.